അപ്പോൾ നമ്മുടെ പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ ബോഡി ജെറ്റ് ഡൈവർട്ടർ സ്പൗട്ട് ഇതിൻ്റെ ഹൈറ്റുകൾ, അപ്പോൾ ഈ ബോഡി ജെറ്റിൻ്റെ ഔട്ടുകൾ എത്ര എണ്ണം ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അത് തന്നെ സ്പൗട്ടിൻ്റെ ഹൈറ്റ് ഒരു 75 സെൻറ്റിമീറ്റർ, അതുപോലെ ഡൈവർട്ടറിൻ്റെ ഹൈറ്റ് 110, അതേപോലെ ഇത് 4 ബോഡി ജെറ്റിൻ്റെ ഒരു ബോഡി ജെറ്റിൽ നിന്ന് ഒരു ബോഡി ജെറ്റിലേക്ക് 40 സെൻറ്റിമീറ്റർ അകലം. ഡൈവർട്ടർ 110 പിടിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് 20 ഇതും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടി. പിന്നെ നമുക്കൊരു ഡൈവർട്ടർ എന്ന് പറയുമ്പോൾ ഹോട്ട് കോള് അത് കഴിഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ 4 ഔട്ട് ഉണ്ടാവാം, ചിലപ്പോൾ 5 എണ്ണം ഉണ്ടായിരിക്കും, അങ്ങനെ പല ഔട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയേ കണക്കാക്കുന്നുണ്ടോ, അതായത് ഇത് ഹോട്ട്, ഇത് കോള്, ഇത് 1, 2, 3 ഔട്ട്. അപ്പോൾ നമ്മൾ ഈ നോബ് തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ തിരിക്കുമ്പോൾ നമുക്ക് സ്പൗട്ടിലേക്ക് വെള്ളം വരണം. രണ്ടാമത്തെ നമ്മൾ നേരെ ഷവറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തുറന്നു ഒഴിക്കാൻ നമ്മുടെ തലയിലേക്ക് വെള്ളം വരും. അപ്പോൾ ഒന്നല്ലേ ചിലർ ടെലിഫോൺ ഷവറിന് കൊടുക്കാം, ചിലർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ജെറ്റിന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബോഡി ജെറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നേരെ കറക്കി അടിച്ച് ബോഡി ജെറ്റിന് കൊടുത്തു, മൂന്നാമത്തെ നമ്മൾ കറക്റ്റ് ഇതിൽ കയറി ഷവറിന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഔട്ടുകൾ നമുക്ക് സെറ്റാക്കേണ്ട കാര്യം. പിന്നെ ഇതിലിപ്പോൾ നോക്കാനുള്ള കാര്യം ഈ ബോഡി ജെറ്റിൻ്റെ ഈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു സാധനം ഒരെണ്ണം സാമ്പിൾ മേടിക്കുക, എന്നിട്ട് അതിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക, ടൈലുകാരൻ എത്ര വരും നോക്കിയിട്ട് പക്കയായിട്ട് ശരിയാ. ഈ കാരണം ഈ ബോക്സിൽ നമുക്ക് മാക്സിമം മിനിമം കൊടുത്തിട്ടില്ല, ഡൈവർട്ടറിനൊക്കെ ഏകദേശം നമ്മൾ മാക്സിമം മിനിമം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫ്ലോർ ഹൈറ്റ് പിടിക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഫ്ലോർ നമ്മളിങ്ങനെ ഹൈറ്റ് പിടിക്കാമെന്ന്. നമ്മളിവിടെയൊക്കെ ഫിനിഷിങ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പ്ലിന്ത് ബീം ഉണ്ടല്ലോ, ഈ ബീമിൽ നിന്ന് നമ്മളൊരു 3-4 സെൻറ്റിമീറ്റർ ആണ് അടിപ്പടിയിലാണ്ട് ഇവിടെ ഫിനിഷിങ് ഫ്ലോർ കിടക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ പിടിക്കുന്നു, ഇവിടേക്ക് കുറച്ച് സ്ലോപ്പ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ താത്താം. അതേപോലെ ഇവിടെ നിന്ന് ഒരു ഒറ്റ ഇതാണ് നമുക്ക് അടുത്ത വെട്ട് ഏരിയ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ കൊണ്ട് കനം താത്തി കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അളവും കാര്യങ്ങളും പിടിക്കേണ്ടത്. ഫ്രണ്ട് കാട്ടിൽ നിന്ന് അളവ് പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുഴപ്പമുള്ള കാര്യമില്ല, പക്കയായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും കിട്ടും. അപ്പോൾ